ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 4 ആണ് നമ്മളിവിടെ ബിഗ് ഐലൻഡിൽ. ജൂലൈ 10th. സോ 4 days ആയപ്പോഴേക്കും നമ്മൾ ഇവരുടെ ടൈമൊക്കെ ആയിട്ട് കുറച്ച് യൂസ്ഡായി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു നാച്ചുറൽ ഹിസ്റ്റോറിക് ഏരിയ ആണ്. അത് നമ്മുടെ സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ക്യാപ്റ്റൻ കുക്ക്. അവിടുന്ന് 2 hours ഡ്രൈവ് ഉണ്ട്. കോണ സൈഡിലേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. സോ അവിടെ ഹിസ്റ്റോറിക് സൈറ്റ് പോയി കണ്ട് കുറച്ച് അവരുടെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ട് തിരിച്ച് നമ്മൾ സദേൺ മോസ്റ്റ് പോയിന്റ് അവിടെ മിക്കവാറും ഇന്ന് പോവായിരിക്കും. പിന്നെ ബീച്ചിൽ പിള്ളേർക്ക് വെള്ളത്തിലിറങ്ങണം എന്നൊക്കെ പറയുന്നത് അറിയില്ല. നല്ലൊരു ബീച്ച് നോക്കിയിട്ട് കുറച്ച് സമയം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും 1 week ഈസ് റിയലി ഇനഫ് ടു എക്സ്പ്ലോർ. ചില കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മളുടെ ഐറ്റിനറി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈച്ച് ഡേ കവർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഡേ എന്ന് പറയുന്നത് ജൂലൈ 9th മൗനക്കിയ ആ ഒബ്സർവേറ്ററി കാണാൻ പോയതാണ്. ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ബിജു. ഞാനാണെങ്കിൽ ഡ്രൈവ് ചെയ്യത്തില്ല, ഒരിക്കലും ഡ്രൈവ് ചെയ്യത്തില്ല അത്രയും ഹൈറ്റിലേക്ക്. എനിക്ക് ഭയങ്കര പേടിയാണ്. മോസ്റ്റ് ഓഫ് ദ സ്ഥലത്ത് ഞാൻ പേടിച്ച് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. എനിവേ കാണാൻ പറ്റി, ഭയങ്കര സന്തോഷമായി. എനിക്ക് കാണാൻ ഇഷ്ടമാട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഭയങ്കര ഈ പേടിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഇഷ്ടം എനിക്ക്. പക്ഷെ ഡ്രൈവ് ചെയ്ത് സ്വന്തമായിട്ടൊന്നും പോകാൻ എനിക്ക് പറ്റില്ല, ഭയങ്കര പേടിയാണ് എനിക്ക്. സോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം, അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം ബാക്കിയൊക്കെ. ഓക്കെ, സോ ഇത് നമ്മൾ പോകുന്ന വഴിയാണ്, നാച്ചുറൽ ഹെറിറ്റേജ് സെന്റർ. അവിടെ പോകുന്ന വഴിയാണ് കേട്ടോ. പല പേരുകളും നമ്മുടെ നാട്ടിലെ പേരുകൾ പോലെയുണ്ട്. സ്ട്രീറ്റിൻ്റെ പേരൊക്കെ അവർ പ്രൊനൗൺസ് ചെയ്യുന്ന ഡിഫറെൻ്റാണ്. ആ ഇൻ്റർസെക്ഷൻ്റെ പേര് പളനി എന്ന് എഴുതിയേക്കുന്നത്. വെരി ഫസ്റ്റ് ഡേ നമ്മൾ വന്നപ്പം എയർപോർട്ടിൽ നിന്ന് റെൻ്റലിൽ പോയിട്ട് കാറ്, ഇപ്പം നമ്മൾ ഈ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാറ് റെൻറ്റ് ചെയ്തു ഫോർ എ വീക്ക്. പിന്നെ കോസ്കോയിൽ പോയായിരുന്നു നമ്മൾ. സോ കോസ്കോ ഇവിടെ ഉണ്ട്, ഇവിടെ അടുത്തുണ്ട്. കുറേ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടൂൾസൊക്കെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കുന്തം പോലെയൊക്കെ ഇരിക്കുന്നു. നോക്കും, അത്രയും പൊക്കത്തിൽ തടി കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നു. Is one of vision, sacrifice, and destiny. On the northern end of our island, winds sometimes swirl and collide with the fierceness of a warrior. We know it as Namakani Payolua o Kauai High, the two conflicting winds of Kauai High. In the 1700s, the conflicting winds were more than an atmospheric condition. On the island of Hawaii, there was civil war. There were like 3 or 4 chiefs vying to be prominent, trying to create one kingdom on this island. In the midst of war, a royal chiefess named Kekuia Poiva is with child. When she was pregnant, my kupuna told me she had a very unusual craving. And her craving was for the eyeballs of a tiger shark. Never heard of craving like this before.
The tiger shark was considered to be the high chief of the ocean. They interpret that to mean this child will be a killer of chiefs. He'll be the most outstanding. If you're from Maui, you're of Maui. If you're of Oahu, you're of Oahu. So there was no Hawaiian at that time. Captain Cook's arrival unleashes a great wave of change across the Hawaiian Islands. Kalaniʻōpuʻu, the paramount ruler of Hawaii Island, passes from this realm in 1782. In his last days, Kalaniʻōpuʻu honored Kamehameha, now a young chief, with stewardship of our war god, Ku Ka'ilimoku, or Ku. Ku is സോ ഇത്ര നേരം ഒരു വീഡിയോ നമ്മളെ അവർ കാണിച്ചത് ഈ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഉള്ള സ്റ്റോറിയാണ് പറയുന്നത്, അല്ലെങ്കിൽ വാട്ട് റിയലി ഹാപ്പൻഡ്. പണ്ടത്തെ ഹവായിയൻ പീപ്പിൾ അവർ ഫൈറ്റ് ചെയ്തതും അവർ ഈ ഡിഫറെൻ്റ് ഐലൻഡിനെ യൂണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് അതെല്ലാം ഈ ഐലൻഡെല്ലാം ഒരാളുടെ കീഴിലാക്കി, ഒരു രാജാവിൻ്റെ. അങ്ങനെയാണ് കിങ്ഡം ഓഫ് ഹവായി ഫോം ചെയ്തത്. അതാണ് അവരുടെ സ്റ്റോറി പറഞ്ഞതാണ്, അവരുടെ വാറും എല്ലാം. പിന്നെ അവരൊരു ടെമ്പിൾ ബിൽഡ് ചെയ്തു അവർക്ക് കൂടുതൽ ഗോഡിൻ്റെ പവറിന് വേണ്ടിയിട്ട്. ബിക്കോസ് യുദ്ധം ചെയ്തിട്ട് രണ്ടാളുകളും, അതായത് ഈ രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം ചെയ്ത് രണ്ടുപേരും ജയിക്കുന്നുണ്ടായിരുന്നില്ല, ഈക്വലായിട്ട് പോകുന്നു. അപ്പം ദൈവത്തിൻ്റെ അഡീഷണൽ ഫേവർ കിട്ടാൻ വേണ്ടി അവർ ചെയ്തതാണ് അന്നത്തെ രാജാവിൻ്റെ നാട്ടിൽ നിന്നും ഉള്ള കല്ലുകൾ എടുത്തുകൊണ്ട് വന്ന് ഒരു ടെമ്പിൾ ഉണ്ടാക്കി. ആ ടെമ്പിളാണ് ഈ കാണുന്നത്. ഈ കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ടെമ്പിളാണ് ഇത്. ഇതാണ് അവരുടെ സേക്രഡ് പ്ലേസ്, അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇതെല്ലാം യുണൈറ്റ് ചെയ്യാൻ പറ്റിയത്. Oh, maybe this is സോ ഇത് ആദ്യത്തെ ടെമ്പിള്. പിന്നെ രണ്ടാമത്തെ ടെമ്പിളാണ് മേളിൽ കാണുന്നത്. സോ ഇത് നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റിൽ നമ്മൾ പോയിട്ട് ഈ ഹവായി ഇത് യൂണിഫിക്കേഷൻ ഓഫ് ഹവായി ഐലൻഡ്സ് ആണ് നമ്മൾ ബേസിക്കലി ഇപ്പോൾ കണ്ടത്. അതായത് 1700s ഇവിടെ ഉണ്ടായിരുന്ന ട്രൈബൽ ചീഫ്സ്, അത് ഒരു പേര് പ്രത്യേകം പറയുന്ന കാമക്കമേയ, അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്. ചിലപ്പോൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കില്ല ഹവായിയൻ്റെ. പക്ഷേ ആ ട്രൈബൽ ചീഫ് ഇവിടുത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ആ പുള്ളിയാണ് ഒരു ഗ്രേറ്റ് വാരിയറായിട്ട് വന്നിട്ട് യൂണിഫൈ ചെയ്യും ഈ ഹവായിയൻ ഐലൻഡ്സിനെ. സോ പുള്ളി ജനിച്ചപ്പോൾ തൊട്ട് ലോൺലി മാനായിട്ട് അവരുടെ എല്ലാ തരത്തിലുള്ള ഈ യുദ്ധമുറകളൊക്കെ പഠിച്ച് ഇവിടെ ഹവായിയൻ രീതിയിൽ കുന്തം പോലെ ഒരു ടൂളാണ് അവർ യൂസ് ചെയ്യുന്നത് യുദ്ധത്തിനായിട്ട്. അപ്പം പുള്ളിയുടെ തന്നെ ഒരു കസിൻ കൗ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതിൻ്റെ വേറൊരു ഡിറക്ഷനിൽ ഉള്ള, ഐ മീൻ ഓപ്പോസിറ്റ് സൈഡിൽ നോർത്ത് സൈഡാണെന്ന് തോന്നുന്നു, അവിടെ കാവു എന്ന് പറയുന്ന ആ ഏരിയയിലുള്ള പുള്ളിയുടെ കസിനാണ് അവിടുത്തെ വാരിയർ. അപ്പം ഇവർ രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. രണ്ടുപേർക്കും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വിക്ടറി ഒന്നുമില്ല. അപ്പം പിന്നെ ഫൈനലി കമക്കമേയ വിചാരിച്ചു ഒരു ടെമ്പിൾ ഗോഡ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, അപ്പോൾ ഇവർക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും, യുദ്ധത്തിൽ വിജയിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇയാൾ ജനിച്ച സ്ഥലത്ത് നിന്ന് കല്ലുകൾ പറക്കി കൊണ്ടുവന്ന് ഒരു ടെമ്പിൾ ഉണ്ടാക്കി. ആ ടെമ്പിളാണ് നമ്മൾ കണ്ടത്, കുറേ കല്ല് പറക്കി വെച്ചേക്കുന്ന പോലെ അവിടെ ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ അത് ടെമ്പിൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവർക്ക് അപ്പർ ഹാൻഡ് വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. കാരണം കാവൂല് ഒരു വലിയ വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടായി. അയാളുടെ ഭടന്മാരിൽ
കുറേ ആൾക്കാർ മരിക്കുകയും ഈ പോയിസൺ ആഷൊക്കെ ഉണ്ടല്ലോ ഈ ഇറപ്ഷൻ്റെ സമയത്തുള്ള, അപ്പോൾ അതിൽ കുറേ ആളുകൾ മരിച്ചു. അവസാനം പിന്നെ ഇയാൾ തന്നെ ബേസിക്കലി യുദ്ധം ചെയ്ത് വിജയിച്ചെന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരത്തിലൂടെയും ചതിയിലൂടെയൊക്കെയാണ് ഈ പുള്ളിയുടെ തന്നെ കസിനെ കൊണ്ടുവന്ന് ഈ അമ്പലത്തിൻ്റെ ഇവർ പണിത ടെമ്പിൾ ഉണ്ടല്ലോ അതിൻ്റെ ഡെഡിക്കേഷൻ സെറമണി ഉണ്ട്. അന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അയാളെ കുന്തം വെച്ച് കുത്തിക്കൊന്ന് ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് അയാൾ പോയി അടുത്തുള്ള ഐലൻഡിലെല്ലാം പോയി യുദ്ധം ചെയ്ത് ഇതെല്ലാം യൂണിഫൈ ചെയ്തു, ഹവായി ഐലൻഡ്സ് എല്ലാം. ഇതാണ് ആ ടെമ്പിളിൻ്റെ ഒരു വ്യൂ ആണ് കണ്ടോ. ഒരു വാക്കിംഗ് ട്രെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് അതിലൂടെ നടക്കാം. എന്നിട്ട് ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ സൈറ്റ് അതിൻ്റെ സ്റ്റോറി അവർ വീഡിയോ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് പ്രസ് ചെയ്ത് അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരാൾ നിന്ന് സംസാരിക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഒരാളെ വെച്ച് പിന്നെ അതിന് പേ ചെയ്യണം. അപ്പം ഈസി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും ചെയ്തിരിക്കുന്ന വീഡിയോ ആയിട്ട് എടുത്തിട്ട് ആവശ്യമുള്ളവർ അത് നോക്കി ഒരു 20 മിനിറ്റ്സ് ഉണ്ട് അതിൻ്റെ ഹിസ്റ്ററി. അത് കേട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താ കാണുന്നതെന്ന്. അല്ലെങ്കിൽ വെറുതെ നമ്മൾ പോയി നോക്കിയ കുറേ കല്ല് പറക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. അപ്പം അത് വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ മീനിങ് മനസ്സിലാവും. നല്ല വെയിലുണ്ട് ഇതിൽ. ഈ വിസിറ്റർ സെൻറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, ഈ കല്ലെല്ലാം വോൾക്കാനിക് റോക്സ് ആണ്. അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന വിസിറ്റർ സെൻറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വോൾക്കാനിക് റോക്സ് വെച്ചാണ്. ഇന്നത്തെ ആഫ്റ്റർനൂണ് നമ്മൾ പോയേക്കുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചിൽ പിള്ളേർ ജസ്റ്റ് കാലൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചാൽ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല. ഒരാൾക്ക് കുറച്ച് സ്വിമ്മിങ് അറിയാം, പക്ഷേ ഇവിടെയൊക്കെ സ്വിം ചെയ്യാനൊന്നും പറ്റിയ അത്രയും ഒരു എക്സ്പെർട്ടീസ് ഒന്നുമില്ല. പിന്നെ ഇന്ത്യയാണ് കേട്ടോ കാണുന്ന ടവർ. ഇത് കണ്ടോ, അവിടെ 1-2 പേരുണ്ട്, എപ്പോഴും റെഡി ആയിട്ട് നിൽക്കും. അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡ്രൗണിങ്ങോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി ജമ്പിങ് ചെയ്യും കേട്ടോ. അകലെ ദൂരത്ത് നിൽക്കുന്ന നെയ്യറിയും വെള്ളത്തിലിറങ്ങിയിട്ടില്ല, അവിടെ കാലൊക്കെ വെള്ളത്തിൽ നനച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല കോഫിയുടെ സ്മെല്ലാണ് ഇതിനകത്ത്. കുറേ മഗ്സും ഒക്കെ സെല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കോഫി മഗ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെയൊക്കെ. കൊവാവ കോഫി കമ്പനി.